ഹായ് ഫ്രണ്ട്സ് കേട്ടപ്പാ ഹീറോയിട്ട് ഇറിഞ്ഞു നോക്കാം. ആ പെണ്ണിക്ക് പേടിയായിരുന്നു. എന്താ അവിടെ നടക്കുന്നത്? അത് മാം അത് ഇത് പറയായിരുന്നു ആ പെണ്ണ്. അതിലൊരു പെണ്ണ് പറയായിരുന്നു, എന്താക്കും നീ എന്നെ പേടിക്കുന്നത്? ഹേയ് ഈ കോളേജിൻ്റെ ഓണറാണ് ഇന്ന്. ആ പെണ്ണ് തയങ്ങായിരുന്നു. അതുകൊണ്ട് ആ പെണ്ണ് പറയായിരുന്നു. പിന്നെ ഓവർ ചെയ്യാൻ തുടങ്ങി. ആ പെണ്ണിക്ക് ടെൻഷനായി. എന്നെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം മാം? ഞാൻ ഇവർക്ക് പ്രപ്പോസ് ആ ഹീറോയിൻ ജിന്നിൽ നോക്കി മുറയ്ക്കായിരുന്നു. അയ്യോ എന്നെ നോക്കി മുറയ്ക്കായിരുന്നു. ആ ജിന്ന് പറയായിരുന്നു. ജിന്നെ നോക്കി ഹീറോയിൻ മുറയ്ക്കായിരുന്നു. ജിന്നെ വിളിച്ചായിരുന്നു. ജിൻ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞത്. ജിന്ന് ശരി ഓക്കെ എന്ന് പറഞ്ഞു. ഹീറോ ജിന്നെ കൂടെ പോയിരുന്നു. ജിന്ന് നോക്കിയിട്ട് ശരി ഓക്കെ. പിന്നെ കോളേജ് കഴിഞ്ഞായിരുന്നു. ആ ആറും ഹലോ എടാ ജിന്ന് നടന്ന കാര്യം പറഞ്ഞു. അയ്യോ സൂക്ഷിക്കടാ എന്ന് പറയായിരുന്നു. അങ്ങനെ ആയിട്ട് ഹീറോ ജിന്നിന് വീട്ടിൽ കൊണ്ടുപോയായിരുന്നു. വീട്ടിൽ ആരുമില്ല. എല്ലാവരും ഹീറോ മമ്മി ഫ്രണ്ടിൻ്റെ മോക്ക് മാരേജ് ചെയ്യുന്ന പോയായിരുന്നു. ഡാഡി മമ്മി വീട്ടിൽ ഹീറോയി മാത്രമേ ഉള്ളത്. അതെ ജിന്ന് വന്നകത്ത് ഹീറോ ലോക്ക് ചെയ്തായിരുന്നു. എന്താ എന്ന് ജിന്നിനൊന്ന് ഷോക്കായി നോക്കുമായിരുന്നു. അപ്പോൾ ഹീറോയി പറയുന്നത് തറ ജിന്നിന് ഓൾസോ പറഞ്ഞു. ജിന്ന് പറയായിരുന്നു വിട് എന്നെ എന്ന് പറയായിരുന്നു. ജിന്നിന് മോർക്കായിരുന്നു. അങ്ങനെ ജിന്ന് വായ മൂടിയിരുന്നായിരുന്നു. അങ്ങനെ റൂം വിളിച്ചുകൊണ്ട് പോയായിരുന്നു. അപ്പോൾ ജിന്നെ റൂം വിളിച്ചുകൊണ്ട് പോയായിരുന്നു. അപ്പോൾ ജിന്നക്ക് ഒരു ഡ്രസ്സ് അതെ കപ്പാടെ എടുത്ത് ഡ്രസ്സ് കൊടുത്തായിരുന്നു. മറിയോ അത് കുടിച്ച് ബ്രഷ് ആയിട്ട് ഡ്രസ്സ് ഇട്ടോണ്ട് പോവാം എന്ന് ജിന്ന് മറട്ടായിരുന്നു. ശരി എന്നാൽ ജിന്ന് മറക്കോടി പോയി. അയ്യോ ഇപ്പം എന്തിനാ വിളിക്കണമെന്നറിയില്ല. അങ്ങനെ ഹീറോയി അതിനായിട്ട് കുറേ നേരമായി ജിന്ന് വരുന്ന കണ്ട ഹീറോയ്ക്ക് ടെൻഷനായി. ഓൾറെഡി റെഡിയാക്കി വെച്ചിരുന്നു. ഹീറോ റെഡിയായിരുന്നു. അതുകൊണ്ട് ജിന്നക്ക് ഒന്നും മനസ്സിലായില്ലായിരുന്നു. അങ്ങനെ ജിന്ന് തയങ്ങിയിട്ട് വാതിൽ മുട്ടിയായിരുന്നു. അങ്ങനെ വാതിൽ തുറന്നായിരുന്നു. ഈ റൂമിൽ വന്ന ജിന്നക്ക് ഷോക്കായിരുന്നു. ക്യാൻഡൽ വെച്ചിട്ട് ഫുള്ള് ബെഡിൽ റോസ് ബെഡിലായിരുന്നു. വുമൻസ് നൈറ്റായിരുന്നു. ഞാൻ ഹീറോയിൻ നോക്കി ഒരുമാതിരി ലുക്ക്. ഒരു ഷോർട്ട് ഡ്രസ്സ് ഇട്ട ജിന്നക്ക് ഒരു ഷോർട്ട് പാൻറ്റായിരുന്നു. ആ ജിന്ന ഷർട്ട് അതിൽ റിവലായിട്ട് കാണാമായിരുന്നു. അങ്ങനെ ആയിട്ട് ജിന്നിനെ നോക്കി ഹീറോ ഒരു മോസ് ചെയ്തായിരുന്നു. ജിന്നിക്ക് പേടിയായിരുന്നു. അയ്യോ ഇത് നോക്കുന്നത് ശരിയില്ലല്ലോ, ഞാൻ ജിന്നെ അവിടുന്ന് പോകാൻ നോക്കിയായിരുന്നു. അപ്പോൾ ഹീറോയി അന്ന് ജിന്നക്കൊന്ന് കൊടുത്തായിരുന്നു. ജിന്നക്കൊന്നും മനസ്സിലായില്ല. അത് വായിച്ച് നോക്കുമ്പോൾ ജിന്നക്ക് ഷോക്കായിരുന്നു. പോയി ഇത് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞത്. ജിന്ന് പറയുന്നു ഇത് വേണ്ട. അതിന് 2 സാധനം കൊടുത്തായിരുന്നു. ജിന്ന് പോയി യൂസ് ചെയ്ത് വന്നായിരുന്നു. അത് നോക്കി കൈകാൽ വർക്കായിരുന്നു ജിന്നക്ക്. അപ്പം റൂമിൽ വന്നായിരുന്നു. അതുകൊണ്ട് നെക്കിൽ ഒരു മാലയായിരുന്നു. പിന്നെ ഒരു കാര്യം അത് സീക്രട്ട് ആരായിട്ട് ഹീറോയിൻ നോക്കായിരുന്നു. അങ്ങനെ ബെഡ് തല്ലിയായിരുന്നു. അന്ന് വീട് തന്നെ പറയായിരുന്നു. ജിന്ന് ഇങ്ങോട്ടും തരുതായിരുന്നു. പിടിച്ച് ജിന്നിനെ കെട്ടിയിടാൻ തുടങ്ങിയായിരുന്നു ഹീറോയിൻ. ജിന്ന് വീട് എന്ന് പറയായിരുന്നു. ജിന്നിനെ മുറക്കായിരുന്നു. അങ്ങനെ ജിന്നക്ക് എന്ത് ചെയ്യുന്നറിയില്ല. അങ്ങനെ ജിന്നിനെ കിസ് ചെയ്യാൻ തുടങ്ങി ഹീറോയിൻ. അങ്ങനെയായിട്ട് ഇങ്ങനെ ഡീപ്പ് കിസ്സാവാൻ തുടങ്ങി. അല്ല ജിന്ന് ഇങ്ങനെ പൊടിച്ച് കിസ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു ജിന്ന്. അങ്ങനെ ഹീറോയ്ക്കും അങ്ങനെ നൈറ്റ് നല്ല നടക്കായിരുന്നു. നല്ല നൈറ്റ് നടക്കാൻ ബാക്കി മെമ്പേഴ്സ് വന്നായിരുന്നു. അവർക്ക് ശരി ഓക്കെ ജിന്നിനെ കാണില്ല. അതെ ശരി എന്ന് പറഞ്ഞാൽ അവരെല്ലാം ഉറങ്ങിയായിരുന്നു. ജിന്ന് കാണുന്നില്ലല്ലേ ആറും പറയായിരുന്നു. പറയാം ഉണ്ടാതിട്ടിടാ എന്തിനെ വിളിക്കുമെന്ന് നമ്മൾ പോയി അറിയില്ല. സൗണ്ട് പ്രൂഫ് റൂമായിരുന്നു എല്ലാവരും. അങ്ങനെ എല്ലാവരും കിടന്ന് ഉറങ്ങിയായിരുന്നു. അങ്ങനെ രാവിലെ ജിന്നെ അടിച്ചത് നോക്കുമ്പോൾ ഹീറോയിൻ ഇങ്ങനെ ജിന്നിനെ നോക്കി ജിന്നിക്ക് കരച്ചലോന്ന് ജിന്നു ഒറ്റോട്ട വേറെ ബാത്റൂം പോയാൽ ഇത് പാർത്ത് ഓടി വരുന്നു വിടിച്ചായിരുന്നു. അപ്പോൾ ഷുഗായിരുന്നു. എന്താടാ കോളോ എന്ന് കേട്ടായിരുന്നു. പോടാ എന്ന് പറഞ്ഞു ഒറ്റോടാ ഓടിയായിരുന്നു. ബാത്റൂം പോയി കുളിച്ച് ബ്രഷായിരുന്നു. അങ്ങനെ വെളിയിൽ വന്നിടത്ത് ജിന്നിന് ഒരുമാതിരി നോക്കായിരുന്നു. ജിന്നക്ക് അയ്യോ ഇവന് കണ്ടുപിടിച്ചോ ഇനി വാടാ എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയി. ഇതെന്താടാ അതെന്ന് ജേഹപ്പൂക്കും അതെ ജേഹപ്പൂൽ കുറച്ച് അറിയും. ജേഹപ്പൂ കേൾക്കാൻ എന്താടാ റൂമിൽ നടന്നു എന്ന് പറഞ്ഞ് ജിന്നു കരച്ചിട്ട് അടുത്ത കരി പറയായിരുന്നു. അവളെന്നെ തിന്നിടാ എന്ന് പറയായിരുന്നു. തിന്നതാ എന്നിടാ ഞങ്ങൾക്ക് തിന്നതാ അത് എന്ത് അയ്യോ ഈ കിട്ടി കുളന്ന് പോകാമല്ലോ എന്ന് പറയാ. കുട്ടി പോകുന്നത് നീക്ക് പോകാം അത് കേൾക്കാൻ പാടില്ല. അങ്ങനെ നടന്ന കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. എല്ലാവരോടും എണ്ണീറ്റ് എന്താ ഇതാ നടന്നത് എന്നിട്ട് പറഞ്ഞായിരുന്നു. നമ്മളാരും അവരുടെ എതിരിൽ എന്തും ഒന്നും ചെയ്യാൻ പാടില്ല. ഗേൾസോടെ നമ്മൾ മിണ്ടാതിരുന്ന ഇല്ല നമ്മളെ വെച്ച് ശരിയാക്കുമെന്ന് പറയായിരുന്നു. ശരി ഓക്കെ പറഞ്ഞ് അവർക്ക് പേടിയായിരുന്നു. അങ്ങനെ വിട്ട് ഹീറോയ്ക്ക് ഇത് വിട്ടെന്ന് ശരിയാവില്ല പറഞ്ഞ് ഹീറോയ് പ്ലാൻ ചെയ്യാമെന്ന് ഹീറോയ് ഓർക്കായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് കുറച്ച് ബിസി ആയിരുന്നു. അങ്ങനെ ആയിട്ട് എല്ലാവരും ഓർന്ന് ഇതാക്കിയ ജിന്ന് കണ്ടിക്കാതെ ആ പെണ്ണും ബേക്കും
അതെ ബൈക്കും വന്നായിരുന്നു. അത് മാത്രമല്ല ഹീറോയി പറഞ്ഞായിരുന്നു ഓൾറെഡി ഗേൾ ഫ്രണ്ട് ഉണ്ട് പറഞ്ഞു വിടണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ഗേൾ വന്ന് ബൈക്കും പറയായിരുന്നു. ജിന്ന് പറഞ്ഞു സോറി മാ എനിക്ക് ഓൾറെഡി ഗേൾ ഫ്രണ്ട് ഉണ്ട് പറയായിരുന്നു. ആ പെണ്ണ് നമ്പിയില്ല. ഷർട്ട് നോക്കുമ്പോൾ ഷർട്ടിൽ നോക്കുമ്പോൾ കടിച്ച കിക്കീസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ നമ്പില്ലേ അമ്മ ലുക്ക് ഇട്ട് ഒരു ജിന്ന് ഒരു കോൾഡ് ലുക്കായി അവിടുന്ന് പോയായിരുന്നു. ജിന്നിക്ക് കരച്ചിൽ വന്നായിരുന്നു. കരഞ്ഞിട്ട് അവിടുന്ന് പോയായിരുന്നു. നമുക്ക് നോക്കാം. നമ്മൾ നെക്സ്റ്റ് ഷുഗനെ നോക്കാം. ഷുഗ പറഞ്ഞാൽ ലൈബ്രറിയിലിരുന്ന് ആറമ്മനോട് പറയായിരുന്നു എന്താടാ ഇങ്ങനെ ബുക്ക് പഠിക്കുക പോടാ ബുക്ക് പഠിക്കുന്നു പാടുന്നു ടോർച്ചർ ചെയ്താവോ എന്ന് പറയായിരുന്നു. എടാ നിനക്ക് ആ ബുക്ക് ഞാനിവിടെ എന്തിടാ ചെയ്യുന്നത് എന്ന് പറഞ്ഞു ഷുഗ. അപ്പം ആറം പറയാൻ തുടങ്ങി എന്താടാ നീ പറയുന്നത് എല്ലാത്ത കാരണം വെച്ചത് എന്നെ ടോർച്ചർ ചെയ്താവോ എന്ന് പറഞ്ഞു. അവർ ടെൻഷനായിരുന്നു. അതെ അങ്ങനെയായിട്ട് ഷുഗ നല്ല ഉറങ്ങായിരുന്നു. അപ്പം ആറാം ബുക്ക് എടുക്കാൻ പോയായിരുന്നു. അപ്പം ഷുഗൻ്റെ അടുത്ത് ഒരു ഗൂള് വന്നായിരുന്നു. ഹലോ ഹാൻസോ എന്ന് പറഞ്ഞു ഷുഗ. ആരെപ്പാന്ന് ആ പെണ്ണ് തുളിക്കായിരുന്നു. ഒന്ന് കണ്ണു തുറന്നൊക്കെ ഒരു പെണ്ണുണ്ടായിരുന്നു. ഹലോ എന്ന് പറഞ്ഞു ഹായ് എന്ന് പറഞ്ഞു ഷുഗ. ആരെപ്പാ നീ കേട്ടായിരുന്നു. എൻ്റെ പേര് ജാസ്മിയ അതെന്ത് നിയമ എന്ന് ഷുഗ കൺഫ്യൂസ് ആക്കി നോക്കായിരുന്നു. അതെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയണം എന്ന് ഷുഗ. ഓ കാര്യമാണ് എന്താമ്മ പറഞ്ഞോ എന്ന് ഷുഗ പറഞ്ഞായിരുന്നു. ഇതിലൊരു കാര്യം പറയാൻ മറന്നുപോയി. എല്ലാവർക്കും ഇപ്പം മലയാളം നന്നായിട്ട് അറിയും. അങ്ങനെയൊക്കെ എന്താമ്മ എന്ന് പറയുമെന്ന് പറയായിരുന്നു. അതില്ല സീനിയർ എനിക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ടു പോയിരുന്നു. ഷുഗക്ക് ഷോക്കായിരുന്നു. എന്താ ഇഷ്ടപ്പെട്ടതാ എന്ന് പറഞ്ഞു ഷുഗ അങ്ങോട്ടും ഇങ്ങോട്ടും ഞെട്ടിയടിച്ച് അയ്യോ നെക്സ്റ്റ് പണിഷ്മെൻ്റ് എനിക്കാ എന്ന് ഷുഗക്ക് പേടിയായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അപ്പോൾ രക്ഷപ്പെട്ടു. ഇത് ആറുമുഖ ഷോക്കായിരുന്നു. ആറും ഓടി വന്ന് കുടുകുടു. അപ്പോൾ ഷുഗനടുത്ത് ഒറ്റ ഓടെ പോയായിരുന്നു. ജാസ്മിക്ക് കൺഫ്യൂസ് ആയിരുന്നു. അപ്പോൾ രക്ഷപ്പെട്ടു. അയ്യോ എന്ന് പറഞ്ഞ ഒറ്റ ഓട്ടം ഓടിപ്പോയായിരുന്നു. അങ്ങനെ ആ ജാസ്മി ഹീറോയിൻ്റെ ഷുഗറിൻ്റെ പുറകിൽ നടക്കായിരുന്നു. ഷുഗർ പറയുന്ന കേട് എവിടെ പോയ ഷുഗറിൻ്റെ പുറകിലേ നടക്കായിരുന്നു. ഹീറോ ഒരു അവിടെ ഒരാൾ വെച്ചായിരുന്നു. അത് ഫോളോ ചെയ്തിട്ട് പറയണം. അങ്ങനെ ജാസ്മി ഫോളോ ചെയ്തു. ഷുഗർ സീനിയർ ഐ ലവ് യു വിൽ യു മാരി മീ എന്ന് പറഞ്ഞ ഡയലോഗ് പറഞ്ഞ ഷുഗറിനെ ടോർച്ചർ ചെയ്യുക. ഷുഗർക്ക് ടെൻഷനായി വളർന്നു.